ന്യൂസ് ആൻഡ് വ്യൂസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമുക്ക് ടർക്കി എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് ചില വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ്. നമുക്കറിയാം, നാറ്റോയിലെ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും വലിയ മിലിറ്ററി ഉള്ള ഒരു രാജ്യമാണ് ടർക്കി. സ്ട്രാറ്റജിക്കായിട്ട് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള, എന്ന് പറഞ്ഞാൽ ഏഷ്യയിലും യൂറോപ്പിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ ജിയോഗ്രഫിക്കലി അവരുടെ പൊസിഷനിങ് അങ്ങനെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ടർക്കിക്ക് വളരെ തന്ത്രപരമായിട്ടുള്ളൊരു സ്ട്രാറ്റജിക്കായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻസ് ഒക്കെ ഒരു പക്ഷേ കണ്ടുണ്ടായിരിക്കും പണ്ടേ അവരെ ഒരു മുസ്ലിം രാജ്യമായിട്ട് തന്നെ, ഇസ്ലാമിക് രാജ്യമായിട്ട് തന്നെ നാറ്റോയുടെ ആ ഒരു പരിധിയിൽ, അല്ലെങ്കിൽ നാറ്റോയിൽ അംഗമാകുവാൻ ടർക്കിയെ അനുവദിച്ചതും, അല്ലെങ്കിൽ ടർക്കി അംഗമായതും. കാരണം മിഡിൽ ഈസ്റ്റിനെയും പ്രത്യേകിച്ച് യൂറോപ്പിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ടർക്കി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ടർക്കി. നല്ല പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രാജ്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ടർക്കി എന്ന് പറഞ്ഞാൽ. ഈ ടർക്കിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, ടർക്കിയുടെ പ്രസിഡന്റ് എർഡോഗാൻ ഭരണത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഒക്കെ ഏറ്റവും അടുത്ത ആളാണ്. ഹമാസിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എല്ലാ രീതിയിലും കൊടുക്കുന്ന ഒരു രാജ്യമാണ് ടർക്കി. എർഡോഗാന്റെ നേതൃത്വത്തിലുള്ള ടർക്കി അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ഇനിയും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന സാധ്യതകളിൽ ഒരു ടാർഗറ്റ് ടർക്കിയായി മാറാൻ, പാകിസ്ഥാൻ ടർക്കി ഒക്കെ ആയി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടർക്കി നാറ്റോയിലെ ഒരു മെമ്പർ നേഷൻ ആയിട്ട് പോലും 2019 അമേരിക്കയെ വെറുപ്പിച്ചുകൊണ്ട്, കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അമേരിക്കയും ടർക്കിയുമായിട്ടുള്ള ബന്ധം, നാറ്റോയിലെ അംഗരാജ്യങ്ങളായിരുന്നിട്ട് തന്നെയും അമേരിക്കയും ടർക്കിയും തമ്മിലുള്ള ബന്ധം അത്ര ഊഷ്മളമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, 2019 ടർക്കി റഷ്യയുടെ S-400 വാങ്ങിച്ചു എന്നുള്ളൊരു പ്രധാനപ്പെട്ട സംഭവം നടന്നു. S-400 നമുക്കറിയാം ഇന്ത്യ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്കെതിരെ അമേരിക്കയുടെ ചില ഭീഷണികളും സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അതൊക്കെ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടും തന്ത്രപരമായിട്ടും ഇന്ത്യ അതിനെ ഓവർകം ചെയ്തിട്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് S-400 വാങ്ങിച്ചു. അതിന് പകരമല്ല, അപ്പം അതിൻ്റെ ഫലമായിട്ട് അമേരിക്ക ഒരു ശക്തമായിട്ടുള്ള അവരുടെ ഒരു ക്യാറ്റ്സ് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. അപ്പോൾ ആ നിയമം എന്ന് പറഞ്ഞാൽ കൗണ്ടറിങ് അമേരിക്കാസ് അഡ്വേഴ്സറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട്. എന്നുവെച്ചാൽ അമേരിക്ക ശത്രു എന്ന് പറഞ്ഞ രാജ്യവുമായിട്ട് ബിസിനസ് ചെയ്യുന്ന എല്ലാവരുടെ മുകളിൽ ഈ സാങ്ഷൻസ് ഏർപ്പെടുത്തുന്ന ഒരു, എന്താണ് പറയുന്നത്, പോളിസി അല്ലെങ്കിൽ ഒരു നിയമമാണ് ക്യാറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഈ നിയമം അനുസരിച്ച് ഇന്ത്യയെ അതിനകത്ത് നിന്നൊക്കെ ഒഴിവാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇന്ത്യക്ക് S-400 റഷ്യയിൽ നിന്ന് വാങ്ങിക്കാൻ സാധിച്ചു. പക്ഷേ ടർക്കിയെ അവർ വെറുതെ വിട്ടില്ല. ടർക്കിയെ വെറുതെ വിട്ടില്ലെന്ന് പറഞ്ഞാൽ, ടർക്കി അതിനു മുമ്പ് അമേരിക്കയുടെയും മറ്റ് 10-25 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന, പ്രത്യേകിച്ച് നാറ്റോയിലുള്ള ജപ്പാൻ, ഇറ്റലി, ഫ്രാൻസ്, ബ്രിട്ടൻ, ഈ ടർക്കി ഇനിഷ്യലി ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു F-35, അവരുടെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് നിർമ്മിക്കാനുള്ള കൺസോർഷ്യം എന്നാൽ ഈ പറഞ്ഞ 10-25 രാജ്യങ്ങളിലായിട്ട് വ്യത്യസ്തമായിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ അമേരിക്ക ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഈ F-35 നിർമ്മിക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു, കൺസോർഷ്യം. അതിപ്പോഴും നടക്കുന്നുണ്ട്. അതിനകത്ത് ടർക്കി ആദ്യം അതിനകത്തൊരു പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ S-400 ഒരു റഷ്യയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ടർക്കിയെ അമേരിക്ക അതിനകത്ത് നിന്ന് പുറത്താക്കി, ആ F-35 പ്രോഗ്രാമിൽ നിന്ന്. കാരണം അന്നേരം ഏകദേശം റഷ്യയും ടർക്കിയും തമ്മിലൊക്കെ ബന്ധങ്ങൾ കൂടുതൽ ഒരു, എന്താ പറയുന്നത്, ഒരു നോർമലൈസ് ചെയ്ത്. കാരണം S-400 ടർക്കിക്ക് വിൽക്കണമെങ്കിൽ, നാറ്റോയുടെ ഒരു മെമ്പറായിട്ടുള്ള ടർക്കിക്ക് S-400 റഷ്യ വിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും റഷ്യയുടെ വലിയൊരു ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു വിജയമായിട്ടൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഒരിക്കലും നമുക്കറിയാം, നാറ്റോയിലുള്ളൊരു മെമ്പർ നേഷൻ റഷ്യയുമായിട്ട് മിലിറ്ററി സ്ട്രാറ്റജിക് റിലേഷൻസ് അല്ലെങ്കിൽ ഇതുപോലുള്ള, എന്താണ് പറയുന്നത്, ബൈങ് ആൻഡ് സെല്ലിംഗ് ഒന്നും സാധാരണ നമ്മൾ ഉണ്ടാകാറില്ല. തീർച്ചയായിട്ടും അമേരിക്കൻ ക്യാമ്പിന് പുറത്തുള്ള അതിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മാത്രമേ ഉള്ളൂ അതൊരു എക്സെപ്ഷൻ എന്നാണ്. കാരണം റഷ്യയുടേതും അമേരിക്കയുടേതും ഒരുപോലെ ആയുധങ്ങൾ വാങ്ങിക്കുന്ന, അതിനെ ബാലൻസ് കൊണ്ടുപോകുന്ന ഒരു രാജ്യം ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ഇന്ത്യ ചിലപ്പോൾ ഡിപ്ലോമാറ്റിക് വിക്ടറി ആയിരിക്കാം. നമ്മുടെ, എന്താണ് പറയുന്നത്, ഒരു
സ്ട്രാറ്റജിക് ആയിട്ടുള്ള നമ്മളുടെ ചിലപ്പോൾ മനോവറിങ്ങിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ടായിരിക്കും. എന്തിനായാലും ടർക്കിക്ക് അത് നാവിഗേറ്റ് ചെയ്യാൻ സാധിച്ചില്ല ആ സമയത്ത്. അപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ടർക്കിക്ക് ഈ പറഞ്ഞ പ്രഷേഴ്സും സാങ്ഷൻസും ഒക്കെ ഉണ്ടായി. അവരെ F-35 ഇതിനകത്തിൽ നിന്ന് കൺസോർഷ്യത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അത് ടർക്കിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തിരിച്ചടിയാണ്, ഒരു പ്രഹരമായിരുന്നു. കാരണം F-35 ഏറ്റവും അത് ശരിക്കും പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അത് ഫൈനലൈസ് ആയിട്ടില്ല. കാരണം 3000 F-35 വാർപ്ലെയിൻസ്, അത്യാധുനിക സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഈ 25 അംഗരാജ്യങ്ങൾ പ്രത്യേകിച്ച് നേറ്റോ ആയിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾക്കാണ്. അതിൽ പിന്നെ ജപ്പാനുണ്ട്, ഇറ്റലിയുണ്ട്, ഫ്രാൻസ്, യൂറോപ്പിലെ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ ഉണ്ട്, ടർക്കിയുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് ഏകദേശം 12,400 ചില്ലുവാനം F-35 അമേരിക്കൻ മിലിറ്ററിക്കും, ബാക്കി ജപ്പാന് 146, ബ്രിട്ടന് അതുപോലെ 100+ അങ്ങനെയൊക്കെയുള്ള ഒരു കണക്കാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്. ഇത് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഏകദേശം 3000-ഓളം F-35 മാനുഫാക്ചറിങ്ങിന് വേണ്ടിയുള്ള ഒരു കൺസോർഷ്യമാണ് ഈ 25 രാജ്യങ്ങൾ തമ്മിലുള്ളത്. അപ്പം അതിനകത്ത് ടർക്കിയെ പുറത്താക്കി. ഇപ്പോൾ അതിനുശേഷം ടർക്കിക്ക് അത് വലിയൊരു എന്താണ് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. കാരണം ഇത്ര അത്യാധുനികമായിട്ടുള്ളൊരു എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ വെപ്പൺ പ്ലാറ്റ്ഫോം അവർക്ക് ലഭിക്കുക എന്നുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശവും ലക്ഷ്യം കൂടായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് അമേരിക്ക, ഡൊണാൾഡ് ട്രംപ് പ്രത്യേകിച്ച് രണ്ടാമത്തെ ടൈമിൽ വന്നതിന് ശേഷം ട്രംപും ടർക്കിയും തമ്മിലുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചു. അപ്പോൾ ഈ പറഞ്ഞ അമേരിക്കയും ടർക്കിയും തമ്മിൽ ഏകദേശം ആ ഒരു പിന്നെ എന്താണ് പറയുന്നത് മോശമായ റിലേഷൻസിനെയൊക്കെ നോർമലൈസ് ചെയ്തപ്പോൾ ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ധാരണയിലെത്തി. കാരണം ട്രംപ് F-35 ടർക്കിക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അതുപോലെ തന്നെ ടർക്കി പറഞ്ഞ കൺസോർഷ്യത്തിലേക്ക് തിരിച്ചു വിളിക്കാം, പക്ഷേ ഒരു കണ്ടീഷൻ, ഈ പറഞ്ഞ S-400 ഒന്നുകിൽ ടോട്ടലി ഡീആക്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് റഷ്യക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ടർക്കി സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് നമ്മുടെ ഈ ടോപ്പിക്കിലെ ഇന്നത്തെ വിഷയം എന്നല്ലേ. ടർക്കി ഇപ്പം റഷ്യയോട് പറഞ്ഞിട്ടുണ്ട് S-400 എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം റഷ്യയുടെ പ്രസിഡന്റ് പുടിനും എർഡോഗാനും തമ്മിലുള്ള ആ ഒരു ചർച്ചയുടെ എന്താണ് പറയുന്നത് ഒരു റിസൾട്ടായിട്ട്, കാരണം റഷ്യക്ക് അത് തിരിച്ചെടുത്തേ വരത്തില്ല, എടുക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇതുവരെ തീർച്ചയായിട്ടും ടർക്കി S-400 ആക്ടിവേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ എസ് F-35 ഇതുപോലെ ടർക്കി ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ടർക്കിക്ക് അത് വളരെ അത്യാവശ്യമാണ്. കാരണം അവരുടെ മിലിറ്ററി സുപ്പീരിയോറിറ്റി നിലനിർത്താൻ പിന്നെ ഇത് ഈ പറഞ്ഞ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഒരു വെപ്പൺ പ്ലാറ്റ്ഫോം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഈ ഒരു അമേരിക്കയും ടർക്കിയും തമ്മിലുള്ള ബന്ധങ്ങൾ ഈ കാരണം കൊണ്ട് വഷളാവുകയും അതിനുശേഷം ട്രംപിൻ്റെ ഈ പറഞ്ഞ സെക്കൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതായത് രണ്ടാമത്തെ വരവോട് കൂടി ടർക്കിയും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ പുനരാരംഭിക്കുകയും അങ്ങനെ അമേരിക്ക ടർക്കിയെ അക്കോമഡേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ഏകദേശം അമേരിക്കയും ടർക്കിയും തമ്മിൽ ധാരണയായിരിക്കുകയാണ്. F-35 പ്രോഗ്രാമിൽ ടർക്കിയെ ഉൾപ്പെടുത്താമെന്നും അതുപോലെ തന്നെ ഈ പറഞ്ഞ S-400 ടർക്കി റഷ്യക്ക് തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ടോട്ടലി അത് ഡീആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒരു ഇത് ടർക്കിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്ന് എന്തുകൊണ്ട് ടർക്കി റഷ്യയുമായിട്ട് ഈ പറഞ്ഞ ഒരു എന്താണ് പറയുന്നത് മിലിറ്ററി പർച്ചേസ് നമ്മൾ പറഞ്ഞ ഈ പ്രതിരോധപരമായി ഈ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള റഷ്യയുടെ ഒരു സംവിധാനങ്ങളാണല്ലോ, എയർ ഡിഫൻസ് സിസ്റ്റമാണല്ലോ S-400 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് എന്തുകൊണ്ട് അമേരിക്കയ്ക്കും അല്ലെങ്കിൽ മറ്റ് നേറ്റോയിലെ അംഗരാജ്യങ്ങൾക്കും ടർക്കിയെ പോലുള്ള രാജ്യം, പ്രത്യേകിച്ച് അമേരിക്കയുടെ വെപ്പൺസ് മറ്റ് പ്ലാറ്റ്ഫോമുകളെല്ലാം ഉപയോഗിക്കുന്ന ടർക്കി ഇത് അക്വയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് ഇത് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നമുക്കറിയാം ലോകത്തിലെ ഏത് അത്യാധുനികമായിട്ടുള്ള ഏത് വെപ്പൺ പ്ലാറ്റ്ഫോം ആയാലും ഇന്നത്തെ കാലത്ത് ഇപ്പം ഈ S-400 ടർക്കി ഉപയോഗിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ടർക്കി അമേരിക്കയുടെ വാർപ്ലെയിൻസ്, ഫൈറ്റർ എയർക്രാഫ്റ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഫൈറ്റർ എയർക്രാഫ്റ്റിനെ കുറിച്ചുള്ള ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ കൂടെ റഷ്യക്ക് അത് എസ്പണേഷൻ നടത്തി അല്ലെങ്കിൽ എന്താണ് പറയുന്നത് സ്പൈ വർക്ക് നടത്തിയിട്ട് അമേരിക്കയുടെ ആയുധങ്ങളെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇതിൻ്റെ എല്ലാം എന്താണ് പറയുന്നത് നമുക്ക് സിഗ്നേച്ചർ ഈ പറഞ്ഞ S-400 കൂടെ അവർക്ക് ലഭിക്കും. അപ്പം അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയായിരുന്നു. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ടർക്കിക്ക് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോം കൊടുക്കത്തില്ലെന്നും അല്ലെങ്കിൽ അവരെ ഇതിനകത്ത് നിന്ന് ടോട്ടലി ഒഴിവാക്കാനും അമേരിക്ക തീരുമാനിച്ചു. അത് തീർച്ചയായിട്ടും അവരുടെ തന്ത്രപരമായിട്ടുള്ള എന്താണ് പറയുന്നത് രാജ്യ താല്പര്യത്തിൻ്റെ അതുപോലെ തന്നെ തന്ത്രപരമായിട്ടുള്ള ആ ഒരു സെക്യൂരിറ്റി റീസണിൻ്റെയൊക്കെ അടിസ്ഥാനം. ഇപ്പോൾ ഏത് രാജ്യം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്ത്യയുമായിട്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ത്യ അങ്ങനെയുള്ളൊരു ചതിവ് ചെയ്യത്തില്ല എന്നുള്ളൊരു വിശ്വാസം ഇന്ത്യയുടെ മുകളിൽ ഉണ്ടായിട്ടായിരിക്കും ചിലപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ചില ഇളവുകളൊക്കെ തന്നിട്ടുള്ളൂ, ഇന്ത്യ അതിനെ അനുവദിച്ചതും. അല്ലെങ്കിൽ ഒരിക്കലും അമേരിക്ക നമുക്ക് ആയുധങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന രാജ്യമായതുകൊണ്ട് റഷ്യയുടെ S-400 വാങ്ങിക്കുവാൻ ഇന്ത്യ അങ്ങനെ അനുവദിക്കുമായിരുന്നു നമുക്ക് തോന്നുന്നില്ല. കുറേ പ്രഷേഴ്സൊക്കെ ഇനിഷ്യലി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇന്ത്യ അതൊക്കെ
വളരെ വിദഗ്ധമായിട്ട് അതിനെ മറികടന്ന് ആണ് ഈ റഷ്യയിൽ നിന്നും S-400 നമ്മൾ വാങ്ങിച്ചതും. ഓപ്പറേഷൻ സിന്ദൂറിൽ നമുക്കത് വളരെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് പ്രൊട്ടക്ഷൻ നൽകുവാൻ അത് വളരെ അധികം സഹായകരമായി എന്നൊക്കെയുള്ളൊരു വസ്തു നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത് ഈ റഷ്യയെ സംബന്ധിച്ച് ഓക്കെ, കാരണം റഷ്യ അമേരിക്കൻ തമ്മിലുള്ള ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റിൽ ഒരു സൈഡിൽ അമേരിക്കൻ ക്യാമ്പിലുള്ള രാജ്യങ്ങളും മറു സൈഡിൽ റഷ്യൻ ക്യാമ്പിലുള്ള ഇപ്പം ഇന്ത്യ 50-50 ഇല്ലേ? കാരണം പൂർണ്ണമായിട്ടും റഷ്യൻ ക്യാമ്പിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പൂർണ്ണമായിട്ടും അമേരിക്കൻ ക്യാമ്പിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഒരിക്കലും. ഇന്ത്യയുടെ ഏറ്റവും പിന്നെ നമ്മളുടെ ശത്രു രാജ്യങ്ങൾ എന്ന് പറയുന്ന ഏഹ്, പാകിസ്ഥാൻ അമേരിക്കൻ ക്യാമ്പിലുണ്ട്, ചൈനയുടെ ക്യാമ്പിലുണ്ട്. നമ്മുടെ ശത്രു രാജ്യം നമ്മൾ ലേബൽ ചെയ്ത് ചൈന അമേരിക്ക റഷ്യയായിട്ട് വളരെ അടുത്ത ബന്ധത്തിലാണ്. അപ്പോൾ ജിയോ പൊളിറ്റിക്സിൽ എപ്പോഴും നമുക്ക് ഇതുപോലുള്ള കോൺട്രാഡിക്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും, വൈരുദ്ധ്യങ്ങൾ. നമുക്കതിനകത്തിൽ പെർമനന്റ് ഫ്രണ്ടോ പെർമനന്റ് എനിമിയൊന്നുമില്ല, അല്ലേ? പൊളിറ്റിക്സിലോട്ടും ഇല്ല, ജിയോ പൊളിറ്റിക്സിലോട്ടുമേ ഇല്ല. ഇപ്പോൾ ബയലാട്രൽ റിലേഷൻസ് എന്ന് പറയുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണ്. അതിനകത്തിൽ അവർ തമ്മിൽ പരസ്പര ധാരണകളോടുകൂടി പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വിട്ടുവീഴ്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പം വ്യാപാരമായാലും അല്ലെങ്കിൽ മറ്റ് കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്താറുണ്ട്. പക്ഷേ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു മേഖല വരുമ്പോൾ അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഓരോ രാജ്യത്തിനും അവരുടെ താല്പര്യത്തിന് അനുസരിച്ച് മാത്രമായിരിക്കും അവർ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ടാക്കുന്നു ഇല്ലാതാക്കുന്നു പോകുന്നത്. ഇപ്പം നമ്മളുമായിട്ട് പല മേഖലകളിലും തന്ത്രപരമായിട്ടുള്ള ധാരണകൾ അമേരിക്കയുമായിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ അമേരിക്ക നമുക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ടും തരത്തില്ല. അതുപോലെ തിരിച്ചും നമ്മൾ പല മേഖലകളിലും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അമേരിക്കയോട് നമ്മൾ കോപ്പറേറ്റ് ചെയ്യും. പക്ഷേ മറ്റു പല കാര്യങ്ങളിൽ ഇപ്പോൾ അമേരിക്ക പറയണ്ട റഷ്യയായിട്ടുള്ള ബന്ധം നമ്മൾ മോശമാക്കണം, അല്ലെങ്കിൽ റഷ്യയായിട്ടുള്ള ആയുധം വാങ്ങൽ നമ്മൾ നിർത്തണം എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം അനുസരിച്ച് മാത്രമേ നമ്മളതിനെ എന്താണ് പറയുന്നത് പരിഗണിക്കാറുള്ളൂ. നമ്മളതിന് അതനുസരിച്ച് മാത്രമേ നമ്മുടെ പോളിസീസ് അല്ലെങ്കിൽ നമ്മുടെ നയങ്ങളെ നമ്മൾ രൂപീകരിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില കോപ്പറേഷൻസും അതുപോലെ തന്നെ ലാക്ക് ഓഫ് കോപ്പറേഷൻ, അല്ലേ, ധാരണകളും ഈ പറഞ്ഞ ധാരണയില്ലായ്മയൊക്കെ തന്നെ രാജ്യങ്ങൾ തമ്മിലുണ്ടാകും. ജിയോ പൊളിറ്റിക്സ് വരുമ്പം എല്ലാവർക്കും അവരുമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാകും. നേട്ടങ്ങൾ മാത്രമായിരിക്കും അവർക്ക് താല്പര്യം, അതായത് അവർ പെർമനൻ്റ് ആയിട്ട് ഇപ്പം നമുക്ക് ഭാവിയിൽ അറിയത്തില്ല, നാളെ ചിലപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് നിന്ന് ചിലപ്പോൾ ചൈനയെ ഒപ്പോസ് ചെയ്യാം, നമുക്കറിയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിന്നിട്ട് പാകിസ്ഥാനെ ഒപ്പോസ് ചെയ്യാം. കാരണം ജിയോ പൊളിറ്റിക്സ് ആണ്, നമുക്കൊന്നും പറയാൻ കഴിയില്ല. പൊളിറ്റിക്സ് ആണ്, എന്ത് മാറ്റങ്ങളും സംഭവിക്കാം. കാരണം നമുക്കൊരിക്കലും ഇപ്പോഴത്തെ വർത്തമാന കാലത്ത് നിന്നുകൊണ്ട് ഭാവി എന്താണെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കത്തില്ല. കാരണം ഏത് ദിശയിലേക്കും മാറ്റങ്ങൾ സംഭവിക്കാം രാജ്യങ്ങൾ തമ്മിൽ. ഇപ്പം നമുക്കറിയാം, ഇപ്പോഴും അമേരിക്ക പൂർണ്ണമായിട്ടും ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ തന്നെയും കോൾഡ് വാർ എന്ന് പറയുന്ന ഒരു ശീതകാല സമരത്ത് ഇന്ത്യയെ പൂർണ്ണമായിട്ടും എതിർക്കുകയും ഇന്ത്യയെ ഏത് രീതിയിലും പാകിസ്ഥാനെ ഉപയോഗിച്ച് എന്താണ് പറയുന്നത് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ഏതൊരു രാജ്യമായിരുന്നു അമേരിക്ക. ഇന്നതിനകത്ത് നിന്നൊക്കെ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നമുക്ക് ഇന്ത്യ ചൈന റിലേഷൻ ആയാലും ഇന്ത്യ പാകിസ്ഥാൻ റിലേഷനിലൊക്കെ തന്നെ നമുക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ ചൈന അമേരിക്ക റിലേഷൻസിലൊക്കെ തന്നെ ഈ അമേരിക്കയും ചൈനയും ഒരുമിച്ച് തന്നെ പണ്ട് സോവിയറ്റ് യൂണിയനെ എതിർക്കുകയോ അല്ലെങ്കിൽ അവരെ ഡിസ്മാൻഡിൽ ചെയ്യാനൊക്കെ ശ്രമിച്ചത്. അതായത് അഫ്ഗാനിസ്ഥാനിൽ ഈ സോവിയറ്റ് യൂണിയൻ മുജാഹിദീൻ തമ്മിലുള്ള യുദ്ധത്തിൽ ഈ മുജാഹിദിനെ ഏറ്റവും കൂടുതലല്ല അമേരിക്കയുടെ നേതൃത്വത്തിൽ സഹായിച്ച രാജ്യങ്ങളാണ് ചൈനയും. എന്നുവെച്ചാൽ റഷ്യ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി അമേരിക്കയുടെ ഒപ്പം നിന്ന് പാകിസ്ഥാനൊപ്പം നിന്ന് സൗദി അറേബ്യ ഇതുപോലുള്ള രാജ്യങ്ങൾക്കൊപ്പം നിന്ന് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ സോവിയറ്റ് റഷ്യ അവിടുന്ന് കിക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പലതരത്തിലുള്ള സഹായങ്ങൾ നൽകിയ ഒരു രാജ്യമായിരുന്നു ചൈന. ഇപ്പോൾ റഷ്യയും ചൈനയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ബന്ധമല്ലേ. അപ്പോൾ തീർച്ചയായും ജിയോ പൊളിറ്റിക്സിൽ നമുക്കിങ്ങനെയുള്ള മാറ്റങ്ങൾ എപ്പോഴും കാണാം. അതിനകത്തിൽ പെർമനൻസി എന്ന് പറഞ്ഞ സാധനം, സ്ഥിരത എന്ന് പറഞ്ഞ കാര്യമല്ല രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിനകത്തിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു ദിശ മാറാം, അവരുടെ താല്പര്യങ്ങൾ മാറുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ. അവിടെ നമുക്ക് നാളത്തെ ജിയോ പൊളിറ്റിക്കൽ വേൾഡിനെ കുറിച്ച് ഇന്ന് നമുക്കൊരിക്കലും ഒരു പ്രവചനം സാധ്യമല്ല. വർത്തമാനകാലത്തെ ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷൻ എന്താണോ അതിനെ നമ്മൾ അടിസ്ഥാനമാക്കി മാത്രമേ നമുക്ക് ചില വിശകലനങ്ങൾ നമുക്ക് നടത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ടർക്കി വീണ്ടും അമേരിക്കയുമായിട്ടുള്ള അല്ലെങ്കിൽ നെറ്റോയുടെ നമുക്ക് എന്താ മെയിൻ സ്ട്രീമിലേക്ക് ടർക്കി വീണ്ടും വന്നിരിക്കുകയാണ്. കാരണം ടർക്കിയുടെ എർഡോഗാന് വലിയ ആഗ്രഹമൊക്കെയാണ്. കാരണം പഴയ ഒട്ടോമാൻ എംപയറിനെയൊക്കെ സാമ്രാജ്യത്തേക്ക് ഒന്ന് റിവൈവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ സുൽത്താനായിട്ട് ഇരിക്കുക എന്നൊക്കെയുള്ളൊരു താല്പര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അംബീഷനാണ് എർഡോഗാൻ മിഡിൽ ഈസ്റ്റിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മറ്റ് ഈ സിറിയ പോലുള്ള രാജ്യങ്ങളിലും മറ്റു പല രാജ്യങ്ങളിലൊക്കെ തന്നെ ടർക്കി ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുന്നത് ഈ ഇടപെടലുകൾ നടത്തുകയും അല്ലെങ്കിൽ നമുക്കറിയാം സിറിയയിലെ ഏറ്റവും മേജർ പ്ലെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടർക്കിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ടർക്കിയെ കൂടുതൽ എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സിറിയയിലെ പൊളിറ്റിക്സ് ടർക്കിയിൽ കൂടെ നേടിയെടുക്കാനുള്ളൊരു തന്ത്രവുമായിട്ട് ഇപ്പോൾ അമേരിക്ക ടർക്കിയുമായിട്ട് കൂടുതൽ
അടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് F-35 കൺസോർഷ്യത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ്ങിലേക്ക് ടർക്കിയെ തിരിച്ചു വിളിക്കുകയും ഈ ഓൺ കണ്ടീഷൻ S-400 ഒന്നുകിൽ ഡീആക്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് റഷ്യയെ കൊണ്ട് തിരിച്ചെടുപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ടർക്കി അതിന് ഏകദേശം സമ്മതം മൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും ഇപ്പോൾ ടർക്കി ഇനിയും ഭാവിയിൽ F-35 ഉപയോഗിക്കാൻ സാധ്യതയുള്ള രാജ്യമായി മാറാൻ പോവുകയാണ്. ഇനിയും നമുക്ക് ഈ പറഞ്ഞ ഏകദേശം ടർക്കി ഇതിൻ്റെ തുടക്കത്തിൽ F-35 കൺസോർഷ്യത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞു. ഏകദേശം 900 പാർട്സോളം ടർക്കി, അതായത് ഫിഫ്ത്ത് ജനറേഷൻ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണ്, ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഇതിനകത്തിൽ ഓരോ രാജ്യങ്ങൾക്കും ഓരോ ജോലി ടാസ്ക് പിന്നെ വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ അസംബ്ലി മൊത്തം നടക്കുന്ന അമേരിക്കയിലും അതുപോലെ തന്നെ ജപ്പാനിലും ഇറ്റലിയിലും ആയിരിക്കും നടക്കുന്നത്. ഓരോ രാജ്യങ്ങൾക്കും, കാരണം അതിൻ്റെ ഓരോ കമ്പോണൻസും പാർട്സും ഒക്കെ തന്നെ നിർമ്മിക്കാനുള്ള ടാസ്ക്കാണുള്ളത്. അതിൻ്റെ മേജർ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലാണ്. ടോട്ടൽ 3000-ഓളം വാർപ്ലെയിൻസ് നിർമ്മിക്കാനുള്ള ഒരു ഹ്യൂജ് പ്രോജക്റ്റാണിത്. അമേരിക്കയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഏകദേശം 2400 ചില്ലുവാനം, ഏകദേശം 2500 താഴെ അല്ലെങ്കിൽ 2500 വാർപ്ലെയിൻസ് അമേരിക്കൻ മിലിറ്ററി അബ്സോർബ് ചെയ്യും. ബാക്കി ജപ്പാൻ, ഇറ്റലി ഇതുപോലുള്ള രാജ്യങ്ങൾ ബാക്കിയുള്ള ഈ പറഞ്ഞ 500 ചില്ലുവാനം വരുന്ന വാർപ്ലെയിൻസ് അല്ലെങ്കിൽ ഈ ഫൈറ്റർ എയർക്രാഫ്റ്റ് മൊത്തം ഇത്രയും രാജ്യങ്ങൾ, ബാക്കി 24 രാജ്യങ്ങളായിരിക്കും അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തിൽ ടർക്കിക്കും കിട്ടിയ ഒരു വിഹിതം ഒരു പോർഷൻ. അപ്പോൾ അത് ടർക്കി ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ 2019 S-400 വാങ്ങിക്കാൻ തീരുമാനം അവരെടുത്തതിൻ്റെ ഫലമായിട്ട് ഒരുപക്ഷെ അമേരിക്കയുമായിട്ട് ഏകദേശം മിഡിൽ ഈസ്റ്റിലെ ചില പൊളിറ്റിക്സിൻ്റെ ബേസിലായിരിക്കും അമേരിക്കയുമായിട്ട് ഉരസിയതും, അങ്ങനെ അമേരിക്കയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയായിരിക്കും റഷ്യയിൽ നിന്നും S-400 വാങ്ങിച്ചതും. പക്ഷേ ടർക്കി ഇതുവരെ S-400 ആക്ടിവേറ്റ് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അമേരിക്ക ഈ കാറ്റ്സ് എന്ന് പറയുന്ന നിയമത്തിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ ടർക്കിക്ക് മുകളിൽ സാങ്ഷൻ ഏർപ്പെടുത്തുകയും ടർക്കി അങ്ങനെ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മറ്റു ഇതിലൊക്കെ വളരെ ബുദ്ധിമുട്ട്, അവരുടെ എയറോസ്പേസ് ഇൻഡസ്ട്രിയൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇന്ത്യക്ക് ഈ ട്രംപ് രണ്ടാമത് വന്നപ്പോൾ F-35 തരാമെന്നൊക്കെ സമ്മതിച്ചല്ല, ഒരു പിന്നെ യെസ് അതൊരു തരാം എന്നുള്ളൊരു താല്പര്യമുണ്ട് അമേരിക്കയ്ക്ക്. F-35 ഇന്ത്യക്ക് തരാം, ഇന്ത്യ വാങ്ങിക്കാൻ തയ്യാറാണെങ്കിൽ. അതുപോലെ അവരുടെ വൈസ് പ്രസിഡന്റ് JD വാൻസും ട്രംപ് ഒരുമിച്ച് പറഞ്ഞാണ്. പക്ഷേ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ അതിനോടൊന്നും നമ്മൾ ഒരു രീതിയിലുള്ള പ്രതികരണം ഇത് നടത്തിയിട്ടില്ല. കാരണം ഇന്ത്യയും S-400 ഉപയോഗിക്കുന്ന രാജ്യമാണെന്ന് അമേരിക്കയ്ക്ക് അറിയാമല്ലോ. കാരണം അമേരിക്കയുടെ പല ഈ കാറ്റ്സ സാങ്ഷൻ്റെ ഒക്കെ സമ്മർദ്ദങ്ങളൊക്കെ നമ്മൾ മറികടന്നാണ് ഇവിടെ വന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനിയും ഈ ടർക്കിക്ക് ഇത് ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ 4 ക്ലോസ് അലൈസ് അല്ലെങ്കിൽ 4 പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഇസ്രായേൽ, പിന്നെ ഗ്രീസ്, അർമീനിയ, സൈപ്രസ്, ഈ 4 രാജ്യങ്ങൾക്കും വളരെ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയായിരിക്കും എന്നുള്ള ആണ് വസ്തുത. അതായത് ഇപ്പം ഇതിൻ്റെ ഈ F-35 മാനുഫാക്ചറിങ് എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞ് ടർക്കിക്ക് ഇതിൻ്റെ ഒരു സെവൻ നമ്പർ ഓഫ് F-35 അവർക്കും അക്വയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മിലിറ്ററി എയർ സുപ്പീരിയോറിറ്റി മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഇസ്രായേലാണ് മിഡിൽ ഈസ്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു രാജ്യം F-35. പക്ഷേ ഇസ്രായേലിന് കൊടുത്തിട്ടുള്ള അത്രയും ടെക്നോളജിക്കൽ ഫീച്ചേഴ്സ് ഒന്നും മറ്റു രാജ്യങ്ങൾക്ക്, മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾക്ക് എന്തുവരെ കൊടുക്കത്തില്ല അമേരിക്ക. അത് സൗദി വാങ്ങിച്ചാലും UAE വാങ്ങിച്ചാലും ഇനിയിപ്പോൾ ടർക്കിക്ക് കൊടുത്താലും എന്തായാലും ഇതിൻ്റെ ഇസ്രായേൽ ഉപയോഗിക്കുന്ന അത്രയും ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റി ഉള്ള പിന്നെ പ്ലാറ്റ്ഫോം ആയിരിക്കത്തില്ല ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് അമേരിക്ക എന്തുവരെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ടർക്കിക്ക് ഇത് ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ഒരു മിലിറ്ററി എയർ സുപ്പീരിയോറിറ്റിയെ ചലഞ്ച് ചെയ്യുന്ന മറ്റൊരു മിഡിൽ ഈസ്റ്റിലെ മറ്റൊരു രാജ്യമായി മാറും. അതുപോലെ തന്നെ സൗദിയും ഇത് വാങ്ങിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. UAE, സൗദി, ടർക്കി, 3 രാജ്യങ്ങളാണ് F-35 മിഡിൽ ഈസ്റ്റിൽ കിട്ടാനുള്ള സാധ്യതകൾ ഉള്ള 3 രാജ്യങ്ങൾ. അപ്പം ടർക്കിക്ക് ഇത് ലഭിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇന്ത്യയുടെ 4 പ്രധാനപ്പെട്ട പങ്കാളികൾ എന്ന് പറയുന്നത് ഇസ്രായേൽ, ഗ്രീസ്, അർമീനിയ, സൈപ്രസ്, ഈ 4 രാജ്യങ്ങൾക്ക് വളരെ എന്താണ് പറയുന്നത് ഭീഷണി അല്ലെങ്കിൽ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ടൊക്കെ ഇന്ത്യക്ക് വളരെ മെച്ചപ്പെട്ട ബന്ധങ്ങളുണ്ട്. അപ്പോൾ അർമീനിയയുടെ ഏറ്റവും കൂടുതൽ ആയുധം ഇപ്പം നൽകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ സൈപ്രസുമായിട്ടും ഗ്രീസുമായിട്ടൊക്കെ തന്നെ വളരെ നല്ല ബന്ധമാണ് ഇന്ത്യ പുലർത്തുന്നത്. ഈ പറഞ്ഞ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അർമീനിയ, സൈപ്രസ്, ഗ്രീസ്, ഈ പറഞ്ഞ 3 രാജ്യങ്ങൾ
ടർക്കിയുടെ ഭാഗത്തു നിന്നും വൻ തോതിലുള്ള സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ മിലിറ്ററി ത്രെറ്റ്സ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അർമീനിയ എന്ന് പറഞ്ഞാൽ അസർബൈജാനും ടർക്കിയും തമ്മിൽ ഭയങ്കര അടുത്ത ബന്ധമാണ്. അപ്പോൾ അസർബൈജാനും ടർക്കിയും സോറി അർമീനിയയും തമ്മിലാണ് പ്രശ്നം. അപ്പം ഈ അർമീനിയക്കെതിരെ അസർബൈജാൻ യുദ്ധം ചെയ്യുമ്പോൾ അസർബൈജാനെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ടർക്കിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ടർക്കിക്ക് ഇതുപോലുള്ള പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ അത് അർമീനിയയ്ക്കും അത് ത്രട്ടായിരിക്കും, ഭീഷണിയായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗ്രീസുമായിട്ട് ചില ഐലൻഡിൻ്റെ പേരിൽ അവർക്ക് ഡിസ്പ്യൂട്ട് ഉണ്ട്. അർമീനിയ ഈ പറഞ്ഞ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. സൈപ്രസും ഈ പറഞ്ഞ ടർക്കിയുടെ ഭാഗത്തുനിന്ന് വല്ലാത്ത എന്താണ് പിന്നെ സമ്മർദ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻസ്, അടിച്ചമർത്തൽ, അതായത് പിന്നെ സൈപ്രസിൻ്റെ നല്ലൊരു ശതമാനവും ടർക്കി ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന് പിന്നെ അറിയാം, ഡയറക്റ്റായിട്ട് ഫൈറ്റിന് പോകാൻ ടർക്കിക്ക് ഗഡ്സ് ഉണ്ടാകത്തില്ല. എന്നാലും ഇസ്രായേൽ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം തന്നെ ഈ പറഞ്ഞ F-35 പ്ലാറ്റ്ഫോം ടർക്കിക്കും 10 100 150 ഫൈറ്റർ എയർക്രാഫ്റ്റ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിലെ ഇക്വേഷൻ ഇസ്രായേലിനുണ്ടായി ഇപ്പോൾ അവർക്ക് ഉള്ള ഡോമിനൻസ്, എയർ ഡോമിനൻസ് അല്ലെങ്കിൽ എയർ സുപ്പീരിയോറിറ്റി ഒക്കെ ഒരു ചലഞ്ച് ഉണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ നമുക്കറിയാൻ കഴിയുന്നത് ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റി അത്രയും തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് ഈ പറഞ്ഞ F-35 കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പം നമ്മളായാലും റഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നൊക്കെ നമ്മൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് മേടിക്കുമ്പോൾ അവരുടെ എക്സ്പോർട്ട് ഈ ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ അവരുടെ ഒറിജിനൽ പിന്നെ ഫീച്ചേഴ്സ് എല്ലാം ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ബട്ട് ഫ്രാൻസ് റഫേൽ ഉപയോഗിക്കുന്നു. അത് അവരുടെ ഫുൾ ടെക്നോളജിക്കൽ ഫീച്ചേഴ്സ് വെച്ചായിരിക്കും അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്ക് തരുമ്പോൾ അത്രയും ടെക്നോളജിക്കൽ ഫീച്ചേഴ്സും ഒന്നും തന്നെ കാണത്തില്ല. അതിനകത്തിൽ വളരെ കുറവായിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും എപ്പോഴും എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഏത് രാജ്യം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ അമേരിക്കയുടെ ഏറ്റവും നമ്പർ വൺ പാർട്ട്ണർ അല്ലെങ്കിൽ ഫ്രണ്ട് രാജ്യം ഇസ്രായേൽ ആയതുകൊണ്ട് ഇസ്രായേലിന് അവിടെ F-35 മുഖാന്തരം കിട്ടുന്ന ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റി എന്തും ടർക്കിക്കോ സൗദി അറേബ്യക്കോ ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചില വിവരങ്ങൾ തൽക്കാലം ഷെയർ ചെയ്യാനുള്ളത്. ഇത്ര മനസ്സിലാക്കുക, ടർക്കി S-400 റഷ്യക്ക് തിരിച്ചു കൊടുക്കാൻ ഏകദേശം ധാരണയായിട്ടുണ്ട്. അങ്ങനെ F-35 ആ മാനുഫാക്ചറിങ് കൺസോർഷ്യത്തിലേക്ക് 25 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന കൺസോർഷ്യത്തിലേക്ക് ടർക്കി തിരിച്ചു വരും എന്നുള്ളൊരു എന്താണ് പറയുന്നത് വാർത്തയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.